ഈ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ ആൺകുട്ടികളിൽ ഒരാളായിരുന്നു ആര്? അബൂ ഉബൈദ. മൂന്നാം ഖലീഫയാകേണ്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തെ ഖലീഫയാകേണ്ട ആളാണ് ആര്? അബൂ ഉബൈദ. എന്ത് 2 വട്ടം റളിയല്ലാഹു അൻഹു എന്ന് പറയണോ? എന്ത് വിചാരിച്ച് ആരെന്ന്? അബൂ ഉബൈദ ആരെന്ന് വിചാരിച്ച്? എടോ, മുസീബത്തിന്റെ ലോകത്തിൽ മരിച്ചത് അബൂ ഉബൈദ. താഊൻ അംബാസ് നിന്ന് തുടങ്ങിയ ഒരു മഹാ താഊൻ ഉണ്ടായി, പ്ലേഗ്. 25,000 സ്വഹാബികളും താബിഈങ്ങളുമായി അതിൽ മരിച്ചിട്ടുണ്ട്. 25,000. എന്നിട്ട് അവരാരും പേടിച്ചോടിയിട്ടില്ല. 25,000 ആളുകളെ മരിച്ചത് ഷാമില്. അതിൽപ്പെട്ട ആ മരിച്ചത് ആരാ? ഈ ലോകത്തിന്റെ കനകക്കട്ടിയാണ് ആര്? അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. ഇതാണ് അവരുടെ പൂർണ്ണമായ നാമം. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുഖത്ത് തറച്ച ഇരുമ്പിന്റെ വളയം നീക്കാൻ വേണ്ടി 2 പല്ല് കളഞ്ഞ ആളാണ്. ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ ഇരുമ്പിന്റെ വളയം വന്ന് തറച്ച് ഒന്നെടുത്ത് ആയുധം കൊണ്ടുവരാനൊന്നും പോകാൻ നേരം അബൂ ഉബൈദക്ക് കടിച്ചെടുത്ത് ആ ഇരുമ്പിന്റെ വളയം പോലിനോട് കൂടെ ഒരു പല്ല് പോയി. അടുത്ത ഇരുമ്പിന്റെ വളയം കടിച്ചെടുത്ത് മറ്റേ പല്ല് പോയി. 2 പല്ലില്ല മുന്നിൽ. ആർക്ക്? അബൂ ഉബൈദക്കടോ, ചെറുപ്പക്കാരൻ. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞേ? അബൂ ഉബൈദ അമീരു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ. മുത്ത് നബി പറഞ്ഞല്ലേ, അബൂ ഉബൈദ അമീരു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. പ്ലേഗ് പിടിച്ച വെച്ച് കത്തിപ്പടർന്ന പ്ലേഗിൽ മരിച്ചു. ഹിജ്റ 18-ൽ താഊൻ അംബാസിനെ പിടിപെട്ട് തുടങ്ങിയ ഷാമിനെ മുഴുവനും 25,000 ആളുകളെ അക്കാലത്ത് മരിച്ചു. ലോകത്ത് ആള് കുറവായ കാലത്ത്. എന്നാണെങ്കിൽ 25 ലക്ഷം എന്നാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇന്നത്തെ 2.5 കോടി 3.5 കോടിയൊക്കെ മരിക്കുന്ന സ്ഥാനത്താണ് അന്ന് എത്ര ആള് മരിക്കല്? 25,000 ആളെ മരിച്ച്. അതിൽപ്പെട്ട ആള് നിങ്ങളറിയോ അബൂ ഉബൈദ എന്താ വിചാരിച്ച്? കുത്തുകിട്ടി വീണ് കിടക്കാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, മനിൽ ഖലീഫത്തു സാലിസ? മൂന്നാമത്തെ ഖലീഫയാണ്. ഖലീഫ ഏകദേശം മരിക്കും, രക്ഷപ്പെടുകയെന്ന് മനസ്സിലായി. മാത്രമല്ല പ്രത്യേകമായ ഫിറാസത്തിന്റെ കഴിവുള്ള ചില മഹാന്മാര് ആ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് ഖലീഫ മരിക്കാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില മഹത്തുക്കളെ ചില മഹാന്മാരെ കണ്ടുണ്ടാവുമല്ലോ. മഹാന്മാരിൽ മഹാനുമാണ് സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ ഇതിന് രക്ഷപ്പെടില്ല എന്ന് അവർക്കും അറിയാം. വേറെയും ചില സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട് ഖലീഫ മരിക്കും അടുത്ത്. 3 വേദഗ്രന്ഥങ്ങളിൽ വരെ ഖലീഫ മരിക്കുന്ന കൊല്ലം, ഖലീഫ ഭരിക്കുന്ന വർഷം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട മഹാനാണ്. മുൻവേദ ഗ്രന്ഥങ്ങളിൽ പോലും അത്രയും വലിയ മഹാനാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുത്തുകിട്ടി വീണ് കിടക്കാണ്. ആ നേരത്തെ ആളുകൾ ചോദിച്ച് കുറഞ്ഞ ദിവസം ജീവിച്ചിട്ടുണ്ട്. ഇടയിൽ ആളുകൾ ബോധരഹിതനാവും. ബോധം കിട്ടിയാൽ ആളുകൾ വന്ന് ചോദിക്കും, ആരാ അടുത്ത ഖലീഫ? അപ്പോൾ പറയില്ല, അടുത്ത ഖലീഫ ആരാണെന്ന് എനിക്ക് അറിയൂല. വശാവിറു, നിങ്ങൾ മുശാവറ ചെയ്യ്. ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലമാ ഖുൽതു ഹാദിഹിൽ കലിമ. എനിക്കറിയൂല എന്നൊരു വാക്ക് ഞാൻ ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയുമായിരുന്നില്ല. വജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ. ഞാൻ അദ്ദേഹത്തെ മുഅ്മിനീങ്ങളെ ഖലീഫയാക്കി മാറ്റും. അത് നിശ്ചയിച്ചിട്ടേ ഞാൻ പോകൂ. എന്തുകൊണ്ട്? ലിഅന്നി സമിഅതു മിൻ റസൂലില്ലാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ. കത്തിപ്പടർന്ന പ്ലേഗിൽ മരിച്ചു മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 18-ൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വലത്ത് യുദ്ധം ചെയ്തിരുന്ന മഹാനായിരുന്നു ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു. അന്നനെ മരിച്ചു. അബൂ ഉബൈദ എന്ന മരിച്ചോന്ന ശുറഹ്ബീൽ മരിച്ചു റളിയല്ലാഹു. ഉറക്കപ്പറ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു. ആ കാലത്ത് യർമൂക്കിലാണ് അവർ മരിക്കുന്നത്. യർമൂക്കിൽ പോയി അവരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാൻ ജോർദാനിലാണ്. ഞാൻ യർമൂക്കിൽ പോയിട്ടുണ്ട്. ആ മഖബറ സിയാറത്ത് ചെയ്യാൻ കാരണം ഇങ്ങനെ പുട്ടവിടെ പോയാൽ എങ്ങനെയാ മരിച്ചത് പറ. എങ്ങനെയാ? യുദ്ധക്കളത്തിലല്ല. എങ്ങനെ? കത്തിപ്പടർന്ന് പിടിക്കുന്ന പ്ലേഗിൽ മരിച്ച്.
ഈ ഉമ്മത്ത് കണ്ട ഒരുക്കു മനുഷ്യനാണ് ആരെന്നറിയോ? നിങ്ങൾക്കറിയോ? മുആദ് ബിൻ ജബൽ കത്തിപ്പടർന്ന പ്ലേഗിൽ മരിച്ച്. മുആദിന്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ മുആദ് പ്ലേഗിൽ മരിച്ച്. പിന്നെ എന്താണോ നിനക്കേൽക്കും? ആരാ മുആദ് നന്ദി വിചാരിച്ചേ? ആരാ മുആദ്? എല്ലാ ആലിമീങ്ങളെയും മേലെയായിരിക്കും ആര്? മുആദ് എന്ന ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാഇ. മുസ്തഫ നബി പറഞ്ഞ ഹാദാ മുആദ്, എന്റെ ഈ മുആദ് ഉണ്ടല്ലോ, യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ, എന്റെ ഈ മുആദില്ലേ അന്ത്യനാളിൽ എല്ലാ ആലിമീങ്ങളുടെയും മുന്നിലാണ് നടക്കുക. മുത്ത് മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞോ? വേറെ കേട്ട ഹദീസ്, അഅലമു ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ. അഅലമു ഉമ്മതി, അഅലമു ഉമ്മതി, എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിം ബിൽ ഹലാലി വൽ ഹറാം, ഫിഖ്. അഅലമു ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും ആകുന്ന അതാണല്ലോ ഫിഖ്. പറ, ഫിഖ് എന്താ? ഹലാലും ഹറാമും അല്ലേ ഫിഖ്. അഅലമു ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ. എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതൻ മുആദ് ബിൻ ജബലാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുആദ് ഒരു സദസ്സിൽ വർത്താനം പറഞ്ഞാൽ ഫലാ തഅലു കലിമത്തുൻ ഫൗക കലിമതിഹി, അദ്ദേഹത്തിന്റെ മേലെ പറയാൻ ഒരാൾ ലോകത്തുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ ഉലമാക്കളിൽ ഏറ്റവും മേലുള്ള ആലിമാണ് ആര്? മുആദ്. മുത്തനബി പറഞ്ഞല്ലേ, പ്ലേഗിലല്ലോ മരിച്ചേ, ഇന്ത്യയുടെ ബേജാറാണ്. മരിച്ചോണ്ടോ? മരിക്കൂലേ? മരിക്കണ്ടേ? ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരു മുസീബത്തിന്റെ ലോകത്തിൽ മരിച്ചാൽ അവന് ഷഹാദത്താണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? മുസീബത്തുള്ള ലോകത്തിൽ മരിക്കുന്ന മുഅ്മിനായ മനുഷ്യന് രക്തസാക്ഷിയാണ്. ഒരു നാട്ടിൽ മഹാരോഗം കത്തിപ്പടർന്നാൽ ആ നാട്ടിലേക്ക് ആരും പോകരുത്, ആ നാട്ടിൽ നിന്ന് ആരും പുറത്തു പോകരുത്. ആരുടെ കൽപ്പന? അള്ളാഹുവിന്റെ ദീനിനെ ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ, മറുപടി വരട്ടെ. ഇന്നും ഇത് ലംഘിച്ചത് അവിടുത്തെ പ്രശ്നം. എന്തോ ഇന്നത്തെ പ്രശ്നം? മുഹമ്മദ് നബിയുടെ കൽപ്പന ലംഘിച്ചു. എന്താ പ്രശ്നം? ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നം എന്താ? മുഹമ്മദ് മുസ്തഫയുടെ കൽപ്പന ലംഘിച്ചു. ഒരു നാട്ടിൽ ഒരു മഹാരോഗം കത്തിപ്പടർന്നാൽ ആ നാട്ടിലേക്ക് ആരും പോകരുത്, ആ നാട്ടിൽ നിന്ന് ആരും പുറത്തു പോകരുത്. ആര് കൽപ്പിച്ചു? ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളെ പടച്ചോനെവിടെ? ഞങ്ങളെ പടച്ചോനെ കാണിച്ചുതരാം. ആ മഹാനായ ആ ജല്ലജലാലായ സുബ്ഹാന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ് ഇന്നും പരിഹാരം. ഇന്നും മരുന്നെന്താ ആർക്കും അറിയില്ല. എന്താ പരിഹാരം? എന്താ പരിഹാരം? എന്താ പരിഹാരം? തൽക്കാലം പരിഹാരം എന്താ? അവിടെ നിന്ന് ഒരാളും പുറത്തു പോകരുത്, അവിടേക്ക് ഒരാളും പോകരുത്. ഇതല്ലേ പോണ പറയാള്. ഇത് കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് ഞങ്ങൾ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ്. അതിന് മേലെ പറയുന്നത് എവിടെയാണ് ഡോക്ടർ? ഞങ്ങൾക്ക് ഇതിനൊക്കെ കണക്കുണ്ട്. ഇത് ആരിപ്പ പഠിപ്പിക്കേണ്ടതില്ല. 1400 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. ഒരു മഹാരോഗം പിടിപെട്ടാൽ ആ നാട്ടിലേക്കാരും പ്രവേശിക്കരുത്, എന്നാൽ ആ നാട്ടിലുള്ളവർ പുറത്തു പോകരുത്. ആരാ ചതിച്ചത്? ശാസ്ത്രവും ടെക്നോളജിയും ഞങ്ങളെ കയ്യിലാണെന്ന് പറയുന്ന ചൈനക്കാർ, ഇറ്റലിക്കാർ. അവർ അള്ളാഹുവിന്റെ നിയമത്തെ പാലിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. 100-ലേറെ രാജ്യങ്ങൾ വിഴുങ്ങിയ മഹാമാരിയുടെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി 1400 കൊല്ലം മുമ്പ് പറഞ്ഞ നിയമത്തെ ധിക്കരിച്ചു. ചൈനയിൽ രോഗം പടർന്നു, ചൈനക്കാർ ഇറ്റലിയിലേക്ക് പോയി. പോകരുത്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ഇറ്റലിക്കാർ ലോകത്ത് മുഴുവൻ പോയി. ഇറ്റലിയിൽ നിന്ന് എവിടെ കൊണ്ടുവന്നു? കേരളത്തിൽ. അവർ UAE പോയി, ഖത്തറിൽ പോയി. ചൈനക്കാർ പുറത്തു പോകാൻ പാടില്ല. ശാസ്ത്രവും ടെക്നോളജിയും അറിഞ്ഞാൽ പോരാ, ജീവിതത്തിന്റെ ബാലപാഠം അറിയണം, സാമൂഹിക നിയമങ്ങളുടെ ബാലപാഠം അറിയണം. മരുന്നുണ്ട്, മരുന്ന് കണ്ടുപിടിക്കപ്പെടും. ഞാൻ ഇൻഷാ അല്ലാഹ് പറയാത്ത പ്രശ്നമല്ല. എന്തുകൊണ്ട്? അതിന് ഇൻഷാ അല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. മരുന്നിറക്കാതെ രോഗം ഇറക്കുകയില്ല.
അപ്പൊ ഇവിടെ നടന്നിട്ടുണ്ട് എന്ത്? പറയണം, മരുന്നിവിടെ ഉണ്ട്. ഇനി മരുന്നിലേക്ക് ഡോക്ടർമാരുടെ അഹങ്കാരമൊക്കെ ഒന്ന് താഴെ വെച്ച് ഒന്ന് ചിരിച്ചാൽ മതി. പടച്ചനപ്പുരാനിലേക്ക് മരുന്ന് പടച്ചോൻ അറിയിച്ചു കൊടുക്കും. മരുന്നിന് ഒരു രൂപ ആവശ്യം ഉണ്ടാവില്ല. നിസ്സാരമായ ചെടികൾ. നിപ്പ വൈറസ് കത്തിപ്പടർന്നപ്പോൾ എന്തായിരുന്നു പരിഹാരം? കോടിക്കണക്കിന് പണം ചെലവാക്കിയില്ലേ? പരിഹാരം എന്താ? നിസ്സാരപ്പെട്ട ചെടികളുടെ പഴങ്ങൾ, നിസ്സാരപ്പെട്ട ചെടികൾ. മനസ്സിലായോ പറഞ്ഞത്? മരുന്നുണ്ട്, മരുന്നില്ലാതല്ല, മരുന്നുണ്ട്. എയ്ഡ്സിന് മരുന്ന് എവിടെ? മരുന്നുണ്ടാകണമെങ്കിൽ മനുഷ്യൻ ബോധവാനാകണം. എന്തുകൊണ്ടാ സാർവത്രികമായി ഇപ്പോഴും എയ്ഡ്സിന് മരുന്നില്ലാത്തത്? എയ്ഡ്സ് വ്യഭിചാരത്തിന്റെ ശിക്ഷയാണ്. വ്യഭിചാരമാണ് ഇന്ന് ലോകത്തെ മഹാരാജ്യങ്ങളുടെ വരുമാനം. ടൂറിസത്തിൽ അനിയന്ത്രിതമായി നടക്കുന്ന കാര്യമാണ് എന്ത്? വ്യഭിചാരം. വ്യഭിചാരത്തിന് പഞ്ചനക്ഷത്ര ലൈസൻസ് കൊടുത്ത പെണ്ണുങ്ങള്, ആ നക്ഷത്ര വേശ്യകളുള്ള കാലത്ത് എയ്ഡ്സിന് ഫലപ്രദമായ മരുന്നിലേക്ക് ബോധവാനാവൂല ഡോക്ടർ. മരുന്നുണ്ട്. മരുന്നില്ല, നല്ല മരുന്നുണ്ട്. മരുന്നിറക്കാതെ അല്ലാഹു തആല രോഗമർക്ക്. ഞങ്ങളെ നേതാവോട് പറഞ്ഞേ ഒരു നാട് വിട്ട് പോകരുതെന്ന് ആദ്യം പറഞ്ഞത് ആരാ? ചൈനയിലെയും തായ്വാന്റെ ഡോക്ടറല്ല. 1400 കൊല്ലം മുമ്പ് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതി വെച്ചിട്ടില്ലേത്? ഷാമിലേക്ക് യാത്ര പുറപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഷാമിൽ പ്ലേഗ് കത്തിപ്പടരുണ്ടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വഴിയിൽ നിന്നു. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഫഖാല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സദസ്സിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പണിക്ക് പറഞ്ഞു, ഖലീഫ ഷാമിൽ പ്രവേശിക്കരുത്. ഷാമിൽ പ്ലേഗ് കത്തിപ്പടരുന്നത് കൊണ്ട് ഒരിക്കലും ഖലീഫ നാം ഇനി ഷാമിൽ പോകരുത്, മദീനയിലേക്ക് തിരിച്ചു പോകണം. എന്തുകൊണ്ട്? ഒരു നാട്ടിലൊരു മഹാഭാരോഗം പിടിപെട്ടാൽ ആ നാട്ടിലേക്ക് പോകരുതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എന്നാൽ അന്ന് ഷാമിലാണ് ആര്? അബൂ ഉബൈദ, മുആദ് ബിൻ ജബൽ, സുറഹ് ബിൻ ഹസന, മിറാർ ബിൻ അസ്ബൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, മുആദ്, ഇവരൊക്കെ എവിടെയാണ്? ഷാമിലാണ്. 10,000 സ്വഹാബികൾ ഷാമിലാണ്. എന്നാൽ ഷാമിന്റെ പുറത്തുള്ളവരെ ഷാമിൽ കടക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സമ്മതിച്ചില്ല റളിയല്ലാഹു അൻഹു. ഷാമിലൊടുങ്ങി പുറത്തേക്ക് പോയില്ല. വളരെ ശ്രദ്ധിക്കണം. ഒരു മതത്തിന്റെയും മത നേതാക്കളെയും ആക്ഷേപിക്കുമ്പോൾ ചിന്തിക്കണം. ഞങ്ങളെ കയ്യിൽ ശക്തമായ പരിഹാരമുണ്ട്. ഈ നിയമം ലംഘിച്ചതാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ എല്ലാം. പറ എന്താ കാരണം? പറ. ഇന്നലെ രാവിലെയും ഇന്നലെയും നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പത്രക്കാരെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? രോഗത്തിന് കൃത്യമായ ഒരു ചികിത്സ ഇപ്പോഴും ഇല്ല. എന്താ പറയാനുള്ളത്? പോക്കുവരവുകൾ നിയന്ത്രിക്കുക. ഇത് ഇന്നലെ പറഞ്ഞല്ല, ഇത് 1400 കൊല്ലം മുമ്പ് ഈ ടെക്നോളജി ഒക്കെ കൈ പിടിച്ചതായി ഇവർ പറഞ്ഞത്. ഒരു ടെക്നോളജിയും ഇല്ലാത്ത ബർബറികളോട് ഉടാട് മേച്ച് നടന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ്. എന്താണ് ഇസ്ലാം എന്ന് പഠിച്ചോ? എന്താണ് ഇസ്ലാം എന്ന് പഠിച്ചോ? പിന്നെ രോഗം കത്തിപ്പെടാനുള്ള ഗൗരവമായ കാരണം എന്താ? പ്രതിരോധ ശേഷി മനുഷ്യർക്ക് നഷ്ടപ്പെടുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? നാച്ചുറൽ ഭക്ഷണം മനുഷ്യനെ ഒഴിവാക്കുക, ഭക്ഷണ മര്യാദകളെ ഒഴിവാക്കുക. അതൊരു വാക്കിൽ പറഞ്ഞാൽ തീർന്ന വിഷയമല്ല. ഏത് രോഗം വന്നാലും ആദ്യം പിടിപെടുന്നത് എന്തിനാ? ഈ കോഴിയെ. ഏതാ ഈ കോഴി? എല്ലാ കോഴിക്കും എങ്ങനെയാണോ വെള്ള കളർ ഉണ്ടാവുക? കോഴി നമ്മളെ കുട്ടിക്കാലത്തെ കാണുന്നില്ലേ? 10 കോഴിമുട്ട അട വെച്ചു കൊടുത്താൽ ഒന്ന് വെളുപ്പ്, ഒന്ന് കറുപ്പ്, ഒന്ന് ചുവപ്പ്, അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പുള്ളി, എന്ത് അങ്ങനെയല്ലേ? ഇന്നോ പറ, ഇതേതാണ് കോഴി? ഇതേത് കോഴിയാ? മനുഷ്യന്റെ ദുരാഗ്രഹങ്ങള്, നിയമങ്ങളെ മറികടന്ന് മനുഷ്യന്റെ തീമേശകൾ അവൻ കൊഴിപ്പിച്ചു. നിയമങ്ങളെ മനുഷ്യൻ മറികടന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, അത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനപ്പുറം ആരുടെ ഉത്തരവാദിത്തം? ഉറക്കെ പറ. അല്ലാഹ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഖുൽ നബിയെ തങ്ങൾ പറയുക, സൂറത്തു തൗബ. ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ, ഞങ്ങൾക്ക് എത്തുകയേയില്ല
ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ. സൂറത്ത് തൗബ 51-ാമത്തെ വചനം. ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ, പറ ലൻ യുസീബനാ, ഞങ്ങൾക്ക് എത്തുകയില്ല എന്നല്ല, എത്തുകയേ ഇല്ല. ഖുൽ നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ, ഞങ്ങൾക്ക് എത്തുകയേ ഇല്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ അളവിൽ അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചതല്ലാതെ. പിന്നെ ബേജാറെന്താ? വെച്ചോളൂ. ഇന്നലെ ഇശ നേരത്തെ നിസ്കരിച്ചിട്ടുണ്ട്, മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ട്, സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, തറവാറ്റ് കഴിഞ്ഞു. ഇന്നലെ നിസ്കാരം കളല്ല, മിനിഞ്ഞാന്ന് കളല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഉളൂ ഉണ്ട്. ലൻ യുഹാഫിള അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ എപ്പോഴും വുളൂഇ സൂക്ഷിക്കാൻ കഴിയുകയില്ല. اللهم اجعلنا من المؤمنين، اللهم اجعلنا من المؤمنين، اللهم اجعلنا من المؤمنين، اللهم اجعلنا من المؤمنين، اللهم اجعلنا من المؤمنين. എല്ലാവരും പറയുന്നത് ആ കൈയും മുഖവും കണ്ണൊക്കെ ശരിക്കും കഴുകുക, തന്നെയാണല്ലോ എന്ത് മൂക്കിൽ വെള്ളം കയറ്റി ചിരിക്കുക, ഇതെന്നടേ ഉള്ളൂ. കൊറോണ വന്നാലും നമ്മളെ പരിഹാരം നേരത്തെ തന്നെ ഉണ്ട്. എന്ത് ഉള്ളൂ? ദായിമൻ. അത് രാവിലെയുള്ള വുളൂഇൽ എന്ത് ചെയ്യണം? ഫൽയുബാലിഗ് ഫിൽ ഇസ്തിൻശാഖി, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന കാര്യത്തിൽ പരമാവധി ശക്തി ഉപയോഗിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാം പുറത്തു വരണം, വഴി ക്ലിയർ ആക്കണം. മനസ്സിലായില്ലേ? ലൗലാ നശഖ അലാ ഉമ്മത്തി ലഅമർതു ബിസ്സിവാക്, ഞാനൊരു പ്രയാസം വലിച്ചിടുകയില്ല എന്നുവെങ്കിൽ എല്ലാ നേരത്തും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ എന്റെ സമുദായത്തോട് കൽപ്പിക്കുമായിരുന്നു. എനിക്ക് കൊതിയ എപ്പോഴും നിസ്കരിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നൊരു ഹദീസില്ല. നേരെ മറിച്ച് എപ്പോഴും പറ. എല്ലാവർക്കും എന്താ പറയാനുള്ളത്? ശുദ്ധീകരിച്ചിറക്കുക എല്ലാവരും. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരാഴ്ക്കുണ്ടാവില്ല ശരീരത്തില്, ഒരു വൃത്തികെട്ട വാസന ഉണ്ടാവില്ല. മുഹമ്മദ് മുസ്തഫ. എന്താ പരിഹാരം? ശുചിത്വം, നല്ല വാസന. രോഗം പടരാതിരിക്കാനുള്ള കാരണങ്ങളാണത്. മുഹമ്മദ് മുസ്തഫ ഒരു വഴിയിലൂടെ യാത്ര ചെയ്താൽ 3 ദിവസമെങ്കിലും അവിടെ സുഗന്ധം തളം കെട്ടി നിൽക്കും. പാളയിൽ പട്ടിണി നടക്കും, വളരെ ശുദ്ധിയും വൃത്തിയേക്കും. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. വസ്ത്രം ശുദ്ധീകരിക്കാനും ശരീരം ശുദ്ധീകരിക്കാനും സുഗന്ധം പൂശാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി. പഠിച്ചോ, ഇതാണ് ഇസ്ലാം. ശരീരം ശുദ്ധീകരിക്കാനും വസ്ത്രം ശുദ്ധീകരിക്കാനും പല്ല് ശുദ്ധീകരിക്കാനും ശരീരത്തിൽ സുഗന്ധം പൂശാനും. ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അഴുക്കുണ്ടാവില്ല ശരീരത്തിൽ, വസ്ത്രത്തിൽ, വായിൽ. സുഗന്ധമോ? ഒരു വഴിക്ക് യാത്ര ചെയ്താൽ 3 ദിവസം അവിടെ സുഗന്ധം തളം കെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ അനുയായികളുടെ മുസ്ലിമീങ്ങള് താലേ കയറി കൂടിയ വർഗീയ വിഷപ്പിനെ മാറ്റിച്ച് എന്താണ് ഇസ്ലാം എന്ന് പഠിക്ക്. ബിരിയാണിക്കല്ല മുഹമ്മദ് നബി ചെലവാക്കിയത്. അതൊക്കെ പണത്തിന്റെ മേളക്കുഴിപ്പ് അധികരിച്ചപ്പോൾ മാപ്പിള മുസ്ലിമീങ്ങൾക്ക് വന്ന ദുരന്തമാണ്. ബിരിയാണിക്ക് പണം ചെലവാക്കിയ ആളല്ല, ഒരു ബിരിയാണിക്ക് പോലും പണം ചെലവാക്കിയ ആളല്ല മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? ദിവസങ്ങളോളം പട്ടിണി കിടക്കും, പട്ടിണിയായിരിക്കും. 2 മാസമൊന്നും ഞങ്ങളെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കൂലാന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. പക്ഷെ ഒരാൾക്ക് വസ്ത്രത്തിലുണ്ടാവില്ല, ഒരാൾക്ക് ശരീരത്തിലുണ്ടാവില്ല, ഒരാൾക്ക് വായിലുണ്ടാവില്ല. സുഗന്ധം കൊതിച്ചു. എന്താ ഇപ്പോഴും പറയുന്ന പരിഹാരം? എന്താ പരിഹാരം? എല്ലാവരും ശുചിത്വം പാലിക്കുക. ഇത് കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് പറഞ്ഞ നേതാവിന്റെ അനുയായികളെ മുസ്ലിംകൾ ഒന്ന് പഠിച്ചു നോക്കേണ്ട ഇസ്ലാം. അതിനുശേഷവും രോഗം വന്നാലോ മരിച്ചോടോ? ഏതായാലും തീയതിക്ക് മാത്രമേ മരിക്കൂ, തീയതിക്ക് മരിക്കൂ. മറ്റുള്ളവർ കാണിക്കുന്ന പരിധി വിട്ട ഒരു തരം ഉത്കണ്ഠ നമ്മൾക്കുണ്ടാവാൻ പാടില്ല. അതേ സമയത്ത് രോഗം അധികരിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും നാം ചെയ്തിരിക്കുക. ശുദ്ധീകരണം. മനസ്സിലായോ പറഞ്ഞത്? ശ്രദ്ധിക്കുക, ഓരോന്നും ശ്രദ്ധിക്കുക. അകാരണമായ ഉത്കണ്ഠ വേണ്ട. നമുക്ക് എത്തുകയില്ല, നമുക്ക് നിശ്ചയിച്ചതല്ലാതെ നമുക്ക്
എത്തുകയില്ല. പേടിക്കാൻ എന്തിനാ? ഒരാഴ്ച ഞാൻ ഒരു തരാം, രണ്ടായിട്ട് നമ്മൾ കുറെ ദിക്റല്ല വേണ്ട. ദിക്ർ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ തലയൊക്കെ കുറച്ച് കാര്യങ്ങൾ കയറ്റണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്ത് പേടിക്കണം എന്തിനാ? നമുക്കെന്താ പേടി? എന്ത് മരിച്ചപ്പോഴോ ഇന്ന് മരിച്ച ഞാൻ ഹാപ്പിയാണ്. ഇന്ന് മരിച്ചാൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട്? എനിക്ക് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സുബഹയ്ക്ക് എൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലും പിന്നെ ബാക്കിയുള്ള എൻ്റെ ഉത്തരവാദിത്തം അല്ല. കഴിഞ്ഞല്ലോ, ഇത്രയും എൻ്റെ ഉത്തരവാദിത്തം തന്നെ. ഇപ്പം നമ്മൾ ജീവിച്ചാൽ തന്നെ നമ്മളെ മക്കളെ നേരായി കൊണ്ടാൽ നമുക്ക് കഴിയോ? പറയാൻ കഴിയോ? ഇല്ല. അവനാ അന്നവും അവനെ വെള്ളവും ക്ലിയർ ആക്കി കൊടുക്കാൻ കഴിയോ? ഇല്ല. എവിടെ കഴിയുന്നത്? അപ്പോൾ നമുക്ക് നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തേ ഉള്ളൂ? മേലെ പറയാം, കഴിഞ്ഞു, എന്നും വെച്ച പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എന്ത്? ജീവിക്കാൻ എന്ത് പ്രശ്നമുള്ളത്? നല്ല സ്ഥലത്ത് മരിച്ചെടുക്കണം. നല്ല എന്താ? അള്ളാഹു തആല നമുക്ക് നല്ല സ്ഥലത്ത് മരിച്ചെടുക്കാൻ തൗഫീഖ് തരണം. മരിക്കാൻ വേണ്ടി പറയല്ല, മരിക്കാതിരിക്കാൻ വേണ്ടി പറയുമല്ല. മരിച്ചോട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് പ്രശ്നം? എന്ത് കാരണമായ ഉത്കണ്ഠകള് അത് മനുഷ്യര്, മുസ്ലിമായ മനുഷ്യര് പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَهُوَ الْقَاهِرُ فَوْقَ عِبَادِهِ وَهُوَ الْحَكِيمُ الْخَبِيرُ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അൻആമിന്റെ 17-18 ആയത്തുകൾ ശ്രദ്ധിക്കണേ. ഇത് മറക്കരുത്. ഈ ആയത്ത് വീട്ടിൽ പോയിട്ട് എടുത്തു നോക്കുക. ഈ ആയത്ത് മറക്കരുത്. ആരോടും ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ പറയാനുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളോട് പറയുന്നത്. പരമാവധി ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വരുന്ന ആളുകൾക്ക് ഒരു ദുആ ചെയ്ത് പിരിയൽ, പ്രസംഗം നീട്ടുന്നില്ല, ഒരു ദുആ ചെയ്ത് പിരിയൽ മാത്രമേ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പരമാവധി നമ്മൾ സർക്കാർ വഴിപ്പെട്ടുകൊണ്ടനും അതേ സമയത്ത് നമ്മൾ കൂടിയിരുന്ന ആരോട് പറയണം? അള്ളാഹുവോട് പറയണം. മൈക്കൊക്കെ അനുവാദം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇങ്ങനെ തന്നെ ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് തരണം. മറ്റു പ്രയാസങ്ങളില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്, മറ്റു പ്രയാസങ്ങളില്ലെങ്കിൽ എന്തുകൊണ്ട് ഏത് ഘട്ടത്തിലും പറയേണ്ട കാര്യം മറക്കരുത്. ആരോട്? അള്ളാഹുവോട്. കേട്ടോ? ഏതാ സൂറത്ത്? അൻആം 17-18 ആയത്തെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതൊന്ന് ചിന്തിക്കുക. ഏതൊരാളോട് അത് പറഞ്ഞു കൊടുക്കുക. അകാരണമായ അമിതമായ ഉത്കണ്ഠകൾ ഉണ്ടാകാൻ പാടില്ല. മരിക്കലിനെ പേടിക്കരുത്. നമ്മളിവിടെ ജീവിക്കാൻ വന്നവരല്ല. മരണം ഒരു വിഷയമല്ല. എന്നാൽ മരണത്തിലേക്ക് എടുത്തു ചാടേണ്ടയില്ല. ഇനി ചാടിയാലും അള്ളാഹ് നിശ്ചയിച്ച സമയത്തല്ലാതെ മരിക്കൂല്ല. ഇതിനകത്ത് പ്രശ്നം യുഹീ വയുമീതു. അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. കേട്ടോ? ഇന്നത്തെ പ്രശ്നത്തിലുണ്ടായ ആയത്തെ തോന്നിപ്പോവും. കൊറോണക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തെ തോന്നിപ്പോവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യംസസ്ക അല്ലാഹു ബിളുദ്ദിൻ. ഒരു പ്രയാസം അല്ലാഹു ഒരു പ്രയാസം നിന്നെ ബാധിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ മശിയത്ത് അനുസരിച്ച് നിനക്കൊരു പ്രയാസം ബാധിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. ഇവിടെ ബഹുമാനപ്പെട്ട മഹാന്മാരെ എല്ലാ മുഫസ്സിരീങ്ങളും കൊടുത്തിട്ടുണ്ട്. കൽമറളി, രോഗം പോലെ, വൽ ഫഖരി, ദാരിദ്ര്യം പോലെ ഒരു രോഗം നിന്നെ ബാധിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അതിനെ എടുത്തു നീക്കാൻ കഴിയില്ല. ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ. അത് എടുത്തു നീക്കാൻ ഏത് കൊറോണയും അള്ളാഹു ഉദ്ദേശിച്ചേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനല്ലാതെ അത് എടുത്തു നീക്കാൻ ഉറക്കപ്പറ കഴിയൂല. അപ്പോഴെന്താ പരിഹാരം? ദുആ ചെയ്യേണ്ട മുൻകരുതൽ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ദുആ. ഒന്നും കൂടെ പറ. ഒരു പ്രയാസം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം അല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കൂല. നിന്നെ ബാധിച്ചാൽ ഫലാ കാശിഫ ലഹു, അതിനെ എടുത്തു നീക്കാൻ കഴിയൂല. ഇല്ലാഹു, അള്ളാഹുവിനല്ലാതെ അത് എടുത്തു നീക്കാൻ ആര് വിചാരിച്ചത് കാര്യം? അവൻ വിചാരിച്ചാലോ? അവൻ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. അതൊക്കെ അവന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. രോഗം വരണം, പകർവ്യാധികൾ ഉണ്ടാകണം, വലിയ രോഗങ്ങൾ കത്തിപ്പെടണം. ഇതൊക്കെ ഇലാഹിയായ പറ ഹിക്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരുപാട് നന്മ ലോകത്തുണ്ടാവും. ഒരുപാട് നന്മയുണ്ടാവും ലോകത്ത്. തിന്മ മാത്രമൊന്നുമല്ല. നിങ്ങൾ വളരെ ചിന്തിക്കണം. അതൊക്കെ ആറ്റിക്കുറിക്കണമൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാവും.
ഒരു പ്രയാസം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു പ്രയാസം നിന്നെ ബാധിച്ചാൽ മുടക്കെ ഉണർന്നിരിക്കേ ഫലാ കാശിഫ ലഹു, അതിനെ എടുത്തു നീക്കാൻ കഴിയില്ല. ഇല്ലാഹു വഇയംസസ്ക ബിഖൈരിൻ, ഒരു ഖൈർ നിന്നെ ബാധിച്ചാലോ ആരോഗ്യം, അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ, 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 അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ. ആരോഗ്യം, സമ്പത്ത്, ഇതൊക്കെ നിനക്ക് തന്നാൽ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രയാസം തരാനും നേട്ടം തരാനും അനാരോഗ്യം തരാനും ആരോഗ്യം തരാനും കഴിവുള്ളവനാണ് ആര്? അള്ളാഹ് എന്ന് നീ ചിന്തിക്കുക. നിന്റെ വലിപ്പത്തരം കൊണ്ട് കിട്ടിയതല്ല, ആരുടെ ഔദാര്യമാണ്? അള്ളാഹു. അടുത്തായിട്ട് അവൻ അവന്റെ അടിമകൾക്ക് മുകളിൽ പരമാധികാരിയാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് മേൽ പരമാധികാരിയാണ്. അവൻ പരമാധികാരിയാണ്. അവന്റെ അടിമകളുടെ മേൽ അവൻ പരമാധികാരിയാണ്. ആരവിടെ ജീവിക്കാൻ വന്നവര് ഓട്ടോറിക്ഷ കുട്ടിയെ വെച്ചോണ്ട് ചെയ്തല്ലേ വിളിട്ടില്ല. നേരെ മറിച്ച് കൊറോണയിൽ വെച്ചാൽ ചെയ്തല്ലേ വിളിട്ടും. മരിക്കാൻ വേണ്ടി പറയല്ല, മരിക്കാതിരിക്കാൻ പറയുമല്ല. മരിച്ചോടുള്ള തീരുമാനം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ ചെയ്യുക. ചികിത്സിക്കേണ്ട മരുന്ന് വന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ഇന്നലെ പറഞ്ഞ് മരുന്ന് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മരുന്നില്ല എന്നല്ല അവർ പറഞ്ഞത്, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ചെയ്യേണ്ട മുൻകരുതലുകൾ പറ, ചെയ്യുക. പിന്നെ ബാധിച്ചാലോ അവൻ പരമാധികാരിയാണ്. അവന്റെ അടിമകൾക്ക് മേൽ അല്ലാഹു തആല അല്ലാഹു അവന്റെ അടിമകൾക്ക് മേൽ ആ വാക്ക് മറക്കരുത്. എന്താ പറയേണ്ട വാക്ക്? എന്താ പരമാധികാരിയാണ്. അവൻ അവന്റെ അടിമകൾക്ക് ഇന്ന് ഈ ക്ലാസ് ഇട്ട് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അവൻ പരമാധികാരിയാണ്. അവന്റെ അടിമകൾക്ക് മേൽ അവൻ പരമാധികാരിയാണ്. അവൻ ഏറ്റവും യുക്തിമാനാണ്. യുക്തിയുള്ളവനാണ് ആര്? നിന്റെ യുക്തിയല്ല യുക്തി, നീ അള്ളാഹു തന്ന യുക്തിയല്ലേ. ഏറ്റവും യുക്തിയുള്ളവൻ ആരാണ്? ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവനാണ് ആര്? അല്ലാഹ് അൽ ഖബീർ. അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. ഖബീർ. സൂക്ഷ്മജ്ഞാനി. കൊറോണയെ പറ്റി എന്താ പറഞ്ഞ? കൊറോണയെ പറ്റി ആധുനിക വിശുദ്ധന്മാർ പറഞ്ഞത് കൊറോണ ജീവനുള്ള വസ്തുവിൽ കയറിയാൽ ജീവൻ വെക്കും. എങ്കിൽ അതിന്റെ സെല്ലുകളൊക്കെ ഓടിക്കാൻ ഒരു സെക്കൻഡ് ആർക്ക് ആവശ്യമില്ല. അള്ളാഹു അല്ലേ ഇതിനൊക്കെ തീരുമാനിച്ചത്. അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലേ കൊറോണ ഉണ്ടായത്. മനസ്സിലായോ? അർത്ഥം പറ. അങ്ങനെ ചൊല്ലിപ്പോയ പോലെ ഹസ്ബി റബ്ബി, എനിക്കാര് മതി? അല്ലാഹു മതി. ജല്ലല്ലാഹ്, ഏറ്റവും വളർന്നുള്ളവനാണ് ആര്? അല്ലാഹ്. മാഫി ഖൽബി, എന്റെ ഹൃദയത്തിൽ ഇല്ല അല്ലാഹു അല്ലാത്ത ഒരാൾ, അത് മതിയല്ലോ. ലൻ യസ്അനി ലൻ തസ്അനി അർളി വലാ സമാഇ വലാകിൻ യസ്ഉനി ഖൽബു അബ്ദി. എനിക്ക് ആകാശവും മതിയാവൂല, ഭൂമിയും മതിയാവൂല, എന്റെ അടിമയുടെ ഹൃദയം മതിയാവും. ആര് പറഞ്ഞേ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞേ. ലൻ തസ്അനി, എനിക്ക് മതിയാവുകയില്ല. അർളി, ഞാൻ ഉണ്ടാക്കിയ ഭൂമിയോ, വലാ സമാഇ, ഞാൻ ഉണ്ടാക്കിയ ആകാശമോ എനിക്ക് മതിയാവുകയില്ല. വലാകിൻ യസ്ഉനി, എനിക്ക് മതിയാകും. ഖൽബു ഖുദ്സിയാഹിദാ, ഖുദ്സിയാഹിദാ. എന്താ പറഞ്ഞത്? ലൻ തസ്അനി, എനിക്ക് മതിയാവുകയില്ല. അർളി, എന്റെ ഭൂമിയോ, വലാ സമാഇ, എന്റെ ആകാശമോ എനിക്ക് മതിയാവുകയില്ല. വലാകിൻ യസ്ഉനി, എനിക്ക് മതിയാകും. ഖൽബു അബ്ദി അൽ മുഅ്മിൻ. اللهم اجعلنا من المؤمنين، 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 اللهم اجعلنا من المؤمنين. ولكن يسعني, എനിക്ക് മതിയാകും. എന്ത്? ഖൽബു അബ്ദി അൽ മുഅ്മിൻ, മുഅ്മിനായ എന്റെ ദാസന്റെ ഹൃദയം എനിക്ക് മതിയാകും. ഞാൻ അർത്ഥം വെച്ചോക്കാം. മാഫി, അത് പറഞ്ഞത് മാഫി ഖൽബി, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്തൊരാൾ ഇല്ല. അപ്പോൾ ഹൃദയത്തിൽ ആരുണ്ടല്ലോ? മതിയല്ലോ. ഹൃദയത്തിൽ അല്ലെന്നെങ്കിൽ പോരെ. രോഗം തരേണ്ട സമയത്ത് രോഗം തരും, നീക്കേണ്ട സമയത്ത് ആരും അറിയാതെ നീങ്ങിപ്പോവും. പുഷ്പം പോലെ നീങ്ങിപ്പോവും.
ചിലപ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാകും, ചിലപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയാവും. എന്ത് പറ? ചിലപ്പോൾ രോഗങ്ങൾ പറ, ചിലപ്പോൾ രോഗങ്ങൾ ഓർമ്മപ്പെടുത്തലാവും, ചിലപ്പോൾ ശിക്ഷയാവും. ഒരു രാത്രിയുടെ പനി, ഒരു വർഷത്തെ മുഴുവനും ദോഷത്തെ പൊറുപ്പിച്ചു കളയും. മുഹമ്മദ് മുസ്തഫ അപ്പൊ അത് അനുഗ്രഹം. എന്ത് പറഞ്ഞ്? ഒരു രാത്രിയുടെ പനി, ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിച്ചു കളയും. എന്ത് പറ? എന്ത്? ഒരു രാത്രിയുടെ പനി എന്ന് മുഹമ്മദ് മുസ്തഫ. ആർക്കുള്ള പനി? പറ. കൽബിൽ ആര് വേണം? ഇതാണ് ഈമാന്റെ അടിസ്ഥാനം. അവൻ പരമാധികാരിയാണ്. പ്രശ്നം ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് നമ്മളൊക്കെ ഒരാളൊക്കെ പത്രം പറയണ്ട, അള്ളാനെ ഏൽപ്പിച്ചിറങ്ങിയല്ലേ, വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ട്? പ്രശ്നമുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയില്ല, നമ്മൾ ആരോ ഏൽപ്പിച്ചിറങ്ങിയതാ? അള്ളാഹു അവന്റെ തീരുമാനമല്ലേ. തിരിച്ചെത്തരുത്, തിരിച്ചെത്തണം, തിരിച്ചെത്തരുത് ആരുടെ തീരുമാനം? അവന്റെ അടിമകളുടെ മേൽ അവൻ, ആ വാക്കിനർത്ഥം പറക്ക് വേക്കരുത്. എന്ത്? അവന്റെ അടിമകളുടെ മേൽ അവൻ പരമാധികാരിയാണ്. ഹകീം, അവൻ ഏറ്റവും യുക്തിമാനാണ്. അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്. അൽ ഹകീം, ഏറ്റവും പറ യുക്തിമാനാണ്. ഏറ്റവും യുക്തിമാൻ ആരാണ്? അല്ലാഹ്. അൽ ഖബീർ വഹുവൽ ഹകീമുൽ ഖബീർ വഹുവൽ ഖാഹിർ. മനസ്സിലായില്ലേ? വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആയത്ത് നമ്പർ അൻആം ആയത്ത് നമ്പർ 17. അടുത്ത ആയത്ത് വഹുവൽ ഖാഹിർ ഫൗക ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹ് ഒരു പ്രയാസം നിന്നെ നേരിട്ടാൽ ഫലാ കാശിഫ ലഹു, അത് നീക്കിത്തരാൻ കഴിയൂല. ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ നീക്കാൻ കഴിയൂല. നിസ്സാരമായ പനി ബാധിച്ച് മരിച്ചു. ആ പനി അങ്ങോട്ട് പടർന്നു, മരിച്ചു. ആര്? ഗ്രേറ്റ് അലക്സാണ്ടർ. ലോകത്തെ വിശ്വകിരന്മാർ മുഴുവൻ അയാളെ കൂടല്ലേ? അലക്സാണ്ടറെ പോലെ ഒരു വില്ലാളി വീരൻ, ചരിത്രത്തിൽ ഒരു രാജാവുണ്ട്, ലോകത്തെ ചക്രവർത്തി. നിസ്സാരമായ പനി ബാധിച്ചിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഫലാ കാശിഫ ലഹു, പറ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. താനുണ്ടാക്കിയ സാമ്രാജ്യത്തിന്റെ മേൽ ഒരു ദിവസം സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? അലക്സാണ്ടർക്ക്. പിടിച്ചടക്കി നാട്ടിലേക്ക് തിരിച്ചുപോയി ലോകത്തിന്റെ അധികാരിയാണെന്നുണ്ടായിരുന്നു, നടന്നില്ല. ഒരു ദിവസം ഒരു കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. പണി പൂർത്തിയാവുന്നതിന് മുമ്പ് അടിച്ചുപോയി. ആരുടെ തീരുമാനം? അതിൽ നല്ലവൻ കെട്ടവനില്ല. പക്ഷെ നല്ലവൻ അള്ളാന്റെ പൊരുത്തത്തിൽ പോവും, കെട്ടവൻ കെട്ട് നൽകും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തല വേണ്ടത്. അതിന്റെ വിധിക്ക് അള്ളാഹുവിലേക്ക് അതിനകത്ത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ചെയ്തിരിക്കണം. അത് മരണ കൽപ്പനയാണ്. മരിച്ചവരൊന്നും ചില്ലറക്കാരല്ല. മുആദ് ഇബ്നു ജബൽ ചില്ലറക്കാരനാണോ? അല്ല. അള്ളാഹുവിന്റെ ഹബീബ് കുഞ്ഞുമോനെ പോലെ വളർത്തിയ ആളാണ്. ആര്? മുആദ് റളിയല്ലാഹു അൻഹു. പറ, കുഞ്ഞുമോനെ പോലെ വളർത്തിയതാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിനുള്ളിൽ വളർന്ന കുഞ്ഞുമോനാണ് ആര്? മുആദ് ഇബ്നു ജബൽ. ഒരു സദസ്സിൽ ഒരു വിഷയം ഉണ്ടായാൽ, ഒരു നാട്ടിലെ വിഷയം ഉണ്ടായാൽ ഹബീബ റസൂലുള്ളാഹി മുആദിനോട് പറയും, മുആദ് അങ്ങോട്ടോ, മുആദ് ഇങ്ങോട്ടോ. മുആദിന് മദീനയിൽ ഇരിക്കാൻ നേരം കിട്ടൂല. എപ്പോഴും ഒരു നാട്ടിലേക്ക് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടു. കാരണം റസൂലുള്ളാഹിന്റെ കൽപ്പന പോയി പറഞ്ഞു. അതേ സമയത്ത് റസൂലുള്ളാഹിനെ പിരിയാൻ ഇഷ്ടമില്ല. അതിന്റെ അടിസ്ഥാനം ആദ്യം കൊടുത്തത് ആർക്കാണ്? മുആദ് ഇബ്നു ജബലിനാണ്. ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അധികാരം കൊടുത്ത ആദ്യത്തെ ആളാണ് ആര്? മുആദ് ഇബ്നു ജബൽ. ശാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് ഒക്കെ മുആദിൽ നിന്നുണ്ടായതാണ്. മനസ്സിലായില്ല? ബിമതഹ്കും, നീ എന്തുകൊണ്ട് വിധി കൽപ്പിക്കും? യമനിലേക്ക് ഷാമിലേക്ക് പറഞ്ഞ ചോദിച്ചു. ബിൽ ഖുർആൻ ഫൈലം തജിദ്, ഖുർആനിൽ കണ്ടിട്ടില്ലെങ്കിലോ? വബിസുന്നത്തി റസൂലില്ലാഹ് ഫൈലം തജിദ്, അവിടെ കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു അജ്തഹിദു, ഞാൻ ഖുർആനും ഹദീസും വെച്ചിട്ട് ഗവേഷണം. അപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യുർളി റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ
അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ തൗഫീഖ് നൽകിയ അള്ളാഹു നിനക്കാണ് സർവസ്തുതി. അതിനാണ് എന്തുണ്ടായത്? പറ, ഗവേഷണം ഉണ്ടായത്. ശാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി ഈ മദ്ഹബുകളുടെ ആധാരമാണ് ആര്? മുആദ് ബിൻ ജബൽ. ഫിഖ്ഹിലെ ഏറ്റവും വലിയ ആളാരാ? അഅ്ലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ. ആ മഹാൻ മരിച്ചത് എങ്ങനെയാ? പറ, പ്ലേഗ് ബാധിച്ച് മരിച്ചു. അത് നിന്ദതയാണോ? പറ, നിന്ദതയാണോ? ഒരു മുസീബത്തിന്റെ രോഗം വന്ന ആ രോഗത്താണ് മരിച്ച്. പ്ലേഗ് കളിയിലെ പ്ലേഗ് ബാധിച്ച് മരിച്ച്. വളരെ പ്രയാസമുള്ള രോഗമാണ് പ്ലേഗ്. പ്ലേഗ് ബാധിച്ചു മരിച്ചു ആര്? മുആദ് ബിൻ ജബൽ. അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്, സുറഹ്ബീൽ ബിൻ ഹസന, അബ്ദുറഹ്മാൻ ബിൻ മുആദ്, 25,000 സഹാബികളും താബിഈങ്ങളും. മനസ്സിലായോ പറഞ്ഞത്? വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. അല്ലാഹു തആല അവന്റെ ദാസന്മാർക്കുമേൽ, ഓർക്ക പറയണ അർത്ഥം എന്താ? അവൻ അവന്റെ ദാസന്മാർക്കുമേൽ പരമാധികാരിയാണ്. വഹുവൽ ഹകീം, അവൻ ഏറ്റവും യുക്തിമാനാണ്. അൽ ഖബീർ, ഏറ്റവും സൂക്ഷ്മശാലിജ്ഞാനിയാണ്. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് അകാരണമായ ഊഹാപോഹങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഊഹാപോഹങ്ങൾ വാട്സപ്പിൽ അങ്ങോട്ടും കൊണ്ട് എഴുതി വിടരുത്. നമ്മൾക്ക് ചെയ്യാനുള്ള മുൻകരുതലുകൾ ചെയ്യുക. എന്താ? ശുചിത്വം. കൊറോണ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. അന്നളാഫത്തു മിനൽ ഈമാൻ അല്ലേ? പറ, കൊറോണ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈമാന്റെ ഭാഗമല്ലേ? എന്ത്? ശുചിത്വം. നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയെന്നല്ല, അഴുക്കില്ലാതെ സുഗന്ധം പൂശി. മനസ്സിലാകാൻ പറഞ്ഞത് അത് തന്നെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അകാരണമായ ഊഹാപോഹങ്ങളെ വർദ്ധിപ്പിക്കരുത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഇവിടെ തീരുമാനം ആരുണ്ടാക്കും? അല്ലാഹ്. അതിൽ മരിക്കേണ്ട ആളുകൾ മരിച്ചാൽ ഒന്നും വരാനില്ല. മരിക്കാൻ വേണ്ടി പറയുമല്ല. ഇതൊന്നും ആരുണ്ടാക്കിയല്ലോ, ആരുണ്ടാക്കിയതാണ്? അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.